ജപ്പാനെ മറികടന്ന ലോകത്തെ 4ാം സാമ്പത്തിക ശക്തിയായി ഭാരതം. $4 ട്രില്യൺ ഭാരതത്തിന്റെ സാമ്പത്തിക രംഗം കുതിച്ചത്. IMF ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ട് നീതി ആയോഗ് CEO ആയ BVR സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അമേരിക്കയും ചൈനയും ജർമ്മനിയും മാത്രമാണ് ഭാരതത്തിന് മുന്നിലായുള്ളത്. ലോകത്തെ മുൻനിര സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ കൃത്യമായ നടപടികളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. The meeting itself, and the first item in the agenda was Viksit Rajya for Vikasit Bharat. Viksit Bharat Hetu Viksit Rajya. We are the 4th largest economy as I speak. We are a $4 trillion economy as I speak. And this is not my data, this is IMF data. India today is larger than Japan. So it's only the United States, China and Germany which are larger. And if we stick to what is being planned, what is being thought through, it's a matter of another 2.5 to 3 years, we would become the 3rd largest economy. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, സർവ്വരംഗത്തും ഭാരതം അതിൻ്റെ കുതിപ്പ് തുടരുകയാണ്. ഒപ്പം എടുത്തു പറയേണ്ടത് ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ഈ ഒരു IMFന്റെ ഡേറ്റ ഇപ്പോൾ പുറത്തുവിടുന്നതനുസരിച്ച് ഭാരതം മുന്നിട്ട് നിൽക്കുകയാണ്. ഒരിക്കൽ കൂടി എടുത്തു പറയേണ്ടത് ഭാരതത്തിൻ്റെ വികസന പദ്ധതികൾ അത് അതീവ വിജയകരമായി ഫലം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയല്ലേ ഇത്? വിഷ്ണു, തീർച്ചയായും ഭാരതത്തിന്റെ വികസന പദ്ധതികളും അതുപോലെ തന്നെ നവീകരിച്ച സാമ്പത്തിക ആശയങ്ങളുമെല്ലാം തന്നെ വിജയം കൈവരിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഈ സൂചനകൾ. അതായത് ഭാരതം 4ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥയായി, അതായത് $4.187 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് IMF പുറത്തുവിട്ടിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു വസ്തുത, നേരത്തെ നമുക്കറിയാവുന്നതാണ്, 2021 അത് 3 ട്രില്യണിലെത്തുകയും ഇപ്പോൾ 2024 കൂടി അത് 25 കൂടി 4 ട്രില്യൺ, അതായത് $4.187 ട്രില്യണിലേക്ക് എത്തുകയും ചെയ്തു. ഈ $4.187 ട്രില്യണിലെത്തുമ്പോൾ പിന്തള്ളുന്നത് ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാണ് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന, ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട കാര്യം. ജപ്പാൻ $4.186 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥ, അതായത് ഭാരതം 4.187 ട്രില്യൺ സാമ്പത്തിക വ്യവസ്ഥയാകുമ്പോൾ ജപ്പാൻ $4.186 ട്രില്യൺ മാത്രം സാമ്പത്തിക വ്യവസ്ഥയായിരിക്കുകയാണ്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, 4 ട്രില്യണിനു മീതെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന 3 രാജ്യങ്ങളാണ് ലോകത്തുള്ളത്. അതിനേക്കാൾ കൂടുതലുള്ള 2 രാജ്യങ്ങളും മാത്രമാണുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജർമ്മനി 4.74 ട്രില്യണും അതുപോലെ ഭാരതം 4.187 ട്രില്യണും ജപ്പാൻ $4.186 ട്രില്യൺ ഇതിന് മുകളിൽ, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സംവിധാനങ്ങൾ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് 30.51 ട്രില്യണും ചൈനയുടേത് 19.23 ട്രില്യൺ എടുത്തു പറയേണ്ടത്, ഈ $4 ട്രില്യൺ നിൽക്കുന്ന 3 സാമ്പത്തിക രംഗങ്ങൾ, ജർമ്മനി, ഇന്ത്യ, ജപ്പാൻ എന്നീ 3 സാമ്പത്തിക ശേഷികളായ രാജ്യങ്ങൾ മാത്രമാണുള്ളത്. യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടനും അതുപോലെ തന്നെ ഫ്രാൻസും ഇറ്റലിയും എല്ലാം തന്നെ 3 അതായത് 4-ൽ താഴെ മാത്രം സാമ്പത്തിക സ്ഥിതിയുള്ള ട്രില്യൺ മാത്രം സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു അവസ്ഥയുമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.